ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബനാന ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒന്ന് പൊളിച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അങ്ങനെ നമ്മൾ ഏത്തയ്ക്ക ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി വേണ്ടിയത് നമുക്ക് കുറച്ച് കാഷ്യൂസാണ്, പിന്നെ ഇത്തിരി ബൂസ്റ്റും, പിന്നെ ഇത്തിരി തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഇത് നമ്മുടെ കുക്കറിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നു. കാഷ്യൂസും ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കുറച്ച് ബൂസ്റ്റാണ്, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ എത്ര ഇട്ടാലും അവർക്ക് ഇഷ്ടമാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത് തണുപ്പിച്ച പാലാണ്. തിളച്ച് തണുത്ത പാൽ കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന ഷേക്ക് റെഡി ആയിട്ടുണ്ട്. സ്മൂത്തിന്നോ ഷേക്കെന്നോ എന്ത് വേണേലും വിളിക്കാം. പക്ഷേ ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര ടേസ്റ്റിയുമാണ്. ഈ ഉച്ചയ്ക്കൊക്കെയുള്ള ചൂട് ഇനി നമുക്ക് ഇതിന് ഒരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി. പിന്നെ ചോറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വളരെ എളുപ്പവുമാണ്. ആവശ്യത്തിന് വെള്ളം, പാല് കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് പിന്നെ തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളം കൂടെ ചേർത്തു. മധുരം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിലൊരു ഗ്ലാസ് കുടിച്ച് നമ്മുടെ ക്ഷീണമെല്ലാം മാറും. നമുക്ക് ഇതിങ്ങനെ നിറച്ച് ഒഴിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് നമുക്കിത്തിരി ഐസ് ഇട്ടതാണ് എങ്കിലും ഇച്ചിരി ഐസ് ക്യൂബ്സ് കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കേ, ബൈ.